62 വർഷങ്ങൾ വിജയഗാഥകൾക്കൊടുവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഇതിഹാസം MiG-21 വിമാനങ്ങൾ വിടവാങ്ങുകയാണ്. 6 പതിറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ ആകാശത്തിന്റെ കാവൽ ഭടനായി നിലകൊണ്ട MiG-21 യുദ്ധവിമാനമാണ് ചരിത്രത്തിലേക്ക് പറന്നിറങ്ങുന്നത്. 1963 ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് വ്യോമസേനയുടെ നമ്പർ 28 സ്ക്വാഡ്രണിന്റെ ഭാഗമായ അതേ വേദിയിൽ വെച്ച് തന്നെ 2025 സെപ്റ്റംബർ 26 ഈ വിമാനത്തിന് വിടവാങ്ങൽ നൽകാൻ പോവുകയാണ്. വിടവാങ്ങൽ ചടങ്ങിന് മുന്നോടിയായി MiG-21 വിമാനങ്ങൾക്കായുള്ള പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ നടന്നിരുന്നു. കേവലം ഒരു വിമാനത്തിന്റെ വിടവാങ്ങലല്ല ഇത്. ഇന്ത്യൻ വ്യോമസേനയുടെ വളർച്ചയുടെയും പോരാട്ട വീര്യത്തിന്റെയും ഒരു സുപ്രധാന അധ്യായമാണ് അവസാനിക്കാൻ പോകുന്നത്. MiG-21 പറത്തിയ പൈലറ്റുമാർക്ക് തികച്ചും വൈകാരികമായ നിമിഷങ്ങളായിരുന്നു. ഈ ചരിത്രപരമായ വിടവാങ്ങൽ ചടങ്ങിലെ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യങ്ങളിൽ ഒന്ന് ഇന്ത്യൻ വ്യോമസേനയിലെ 7ാമത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റായ സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മയായിരുന്നു. MiG-21 അന്തിമ യാത്രയിലെ പ്രതീകാത്മകമായ ഫ്ലൈപാസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് അവർ ഒരു യുഗത്തിന് തിരശ്ശീലയിടുകയും പുതിയൊന്നിന് വാതിൽ തുറക്കുകയും ചെയ്തു. MiG-21 പൈതൃകം, വിടവാങ്ങൽ ചടങ്ങിന്റെ പ്രാധാന്യം, അതിലുപരി സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മ വഹിക്കുന്ന പങ്ക് എന്നിവ ഒന്ന് പരിശോധിക്കാം. 6 പതിറ്റാണ്ടിന്റെ ആകാശ പോരാളി MiG-21 കേവലം ഇരുമ്പും വയറുകളും ചേർന്ന ഒരു യന്ത്രമല്ല, മറിച്ചൊരു രാഷ്ട്രത്തിന്റെ സൈനിക ശേഷിയുടെയും വീര്യത്തിന്റെയും പ്രതീകമാണ്. റഷ്യൻ നിർമ്മിതമായ ഫിഷ്ബെഡ് എന്ന നേറ്റോ കോഡ് നാമമുള്ള ഈ വിമാനം അതിന്റെ വേഗത, അനായാസമായ കൈകാര്യം ചെയ്യൽ, താരതമ്യേന കുറഞ്ഞ പ്രവർത്തന ചെലവ് എന്നിവ കാരണം വാർ ഹോഴ്സ് എന്നറിയപ്പെട്ടു. പോരാട്ട ചരിത്രം അതിലും കേമം. 1965 യുദ്ധം. പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ MiG-21 തന്റേതായ പങ്കുവഹിച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വ്യോമാതിർത്തിയിലെ മേധാവിത്വം ഉറപ്പാക്കുന്നതിൽ MiG-21 നിർണായകമായിരുന്നു. പാക് വ്യോമസേനയുടെ F-104 സ്റ്റാർ ഫൈറ്ററുകളെ വെല്ലുവിളിക്കുകയും വീഴ്ത്തുകയും ചെയ്തതിലൂടെ MiG-21 പോരാട്ട വീര്യം ലോകം കണ്ടു. 1999 കാർഗിൽ യുദ്ധത്തിൽ പർവ്വത പ്രദേശങ്ങളിലെ വെല്ലുവിളികൾക്കിടയിലും ശത്രുതാപരമായ പോസ്റ്റുകൾക്കെതിരെ കൃത്യതയോടെ ആക്രമണം നടത്താൻ ഈ വിമാനം ഉപയോഗിക്കപ്പെട്ടു. 2019 ബാലക്കോട്ട് ഓപ്പറേഷനിൽ വ്യോമാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ F-16 വിമാനത്തെ വെടിവെച്ചിട്ടതിലൂടെ MiG-21 വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ഈ വിമാനം അതിന്റെ ദീർഘകാല പ്രവർത്തനത്തിനിടയിൽ പലതവണ നവീകരിക്കപ്പെട്ടു. MiG-21 ബൈസൺ എന്നറിയപ്പെടുന്ന അവസാനത്തെ പതിപ്പാണ് ഏറെക്കാലം സേവനമനുഷ്ഠിച്ചത്. പറക്കുന്ന ശവപ്പെട്ടി എന്ന ചീത്തപ്പേര് ഈ വിമാനത്തിന് ലഭിച്ചുവെങ്കിലും ഈ വിമാനത്തിന്റെ പഴക്കവും ഇന്ത്യയുടെ പൈലറ്റുമാരുടെ കഴിവും ദീർഘകാലം തുടർന്ന നവീകരണ പദ്ധതികളുടെ ഫലവുമായിരുന്നു അതിന്റെ തുടർച്ചയായ സേവനം. വിരമിക്കൽ ചടങ്ങ് മുഖ്യാതിഥി രാജ്നാഥ് സിംഗിന്റെ വരവോടെ ആരംഭിക്കും. തുടർന്ന് 8000 അടി ഉയരത്തിൽ നിന്ന് ചാടുന്ന വ്യോമസേനയുടെ എലീറ്റ് സ്കൈ ഡൈവിംഗ് ടീമായ ആകാശ് ഗംഗയുടെ മനോഹരമായ പ്രകടനമുണ്ടാകും. ഇതിനുശേഷം MiG-21 വിമാനത്തിന്റെ ഗംഭീരമായ പറക്കൽ പ്രകടനം, എയർ വാരിയർ ഡ്രിൽ ടീമിന്റെ കൃത്യത, ആകാശ് സല്യൂട്ട് എന്നിവ നടക്കും. 3 വിമാനങ്ങളുള്ള ബാദൽ ഫോർമേഷനിലും 4 വിമാനങ്ങളുള്ള പാന്തർ ഫോർമേഷനിലും ഫൈറ്റർ പൈലറ്റുമാർ പറക്കും. അവസാനമായി ഒരിക്കൽ കൂടി ആകാശത്ത് ഇടിമുഴക്കം പോലെ പറക്കും. സൂര്യകിരൺ എയറോബാറ്റിക്സ് ടീമിന്റെ മനം മയക്കുന്ന അഭ്യാസങ്ങളും പ്രദർശിപ്പിക്കും. ജെറ്റ് അവസാനമായി ലാൻഡ് ചെയ്യുമ്പോൾ നാവികസേനയിൽ കപ്പലുകൾക്ക് നൽകുന്നത് പോലെ വ്യോമസേനയിലും ഒരു സുപ്രധാന ബഹുമതിയായ ജലപീരങ്കി സല്യൂട്ട് നൽകും. ഈ ചരിത്രപരമായ വിടവാങ്ങൽ ഓർമ്മപ്പെടുത്താനായി MiG-21 പൈതൃകം ഒരു ദേശീയ സ്വത്തായി അടയാളപ്പെടുത്തുന്ന ഒരു പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കും. ആചാരപരമായ ഫ്ലൈപാസ്റ്റിൽ പങ്കെടുക്കുന്ന മുൻനിര പൈലറ്റുമാരിൽ ഒരാളാണ് സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മ. മുഴുവൻ ഡ്രസ് റിഹേഴ്സലിലും പ്രിയ പറഞ്ഞിരുന്നു. MiG-21 വിടവാങ്ങൽ ചടങ്ങിൽ സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മ എന്ന വനിതാ യുദ്ധവിമാന പൈലറ്റ് വഹിക്കുന്ന പങ്ക് കേവലം ഒരു പൈലറ്റിന്റേതല്ല, ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവിയിലേക്കുള്ള പ്രത്യാശയുടെ പ്രതീകമായിരിക്കും. രാജസ്ഥാനിലെ ചുൻചുനു ജില്ലയിൽ നിന്നുള്ള പ്രിയ ശർമ്മ ഇന്ത്യൻ വ്യോമസേനയിലെ 7ാമത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ്. ചെറുപ്പത്തിൽ തന്നെ എയർഫോഴ്സ് ജീവിതം കണ്ടാണ് പ്രിയ വളർന്നത്. ബിദാറിൽ പോസ്റ്റിംഗ് ലഭിച്ച അച്ഛന്റെ കൂടെ കഴിഞ്ഞപ്പോൾ ജാഗ്വാർ ഹോക്ക് വിമാനങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്നത് കണ്ടാണ് ഈ എഞ്ചിനീയറിംഗ് ബിരുദധാരി വ്യോമസേനയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. 2018 ദുണ്ടിഗലിലെ എയർഫോഴ്സ് അക്കാദമിയിൽ നിന്ന് ഫ്ലൈയിംഗ് ഓഫീസറായി കമ്മീഷൻ ചെയ്യപ്പെട്ട പ്രിയ വളരെ വേഗം തന്നെ മികച്ച പൈലറ്റുമാരുടെ നിരയിലേക്ക് ഉയർന്നു. MiG-21 അന്തിമ ഫ്ലൈപാസ്റ്റിൽ പ്രിയ ശർമ്മയുടെ സാന്നിധ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുമെന്ന് തീർച്ചയാണ്. ഒരു കാലത്ത് യുദ്ധഭൂമിയിലെ പുരുഷ മേധാവിത്വത്തിന്റെ പ്രതീകമായിരുന്ന ഒരു വിമാനത്തിന് വിട നൽകുന്നതിൽ ഒരു വനിതാ പൈലറ്റ് പങ്കെടുക്കുമ്പോൾ അത് IAFന്റെ പരിവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ യുദ്ധവീരന്മാരിൽ നിന്ന് പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെട്ട പുതിയ തലമുറയിലെ പോരാളികൾ അടുത്ത തലമുറ വിമാനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ച. ഇന്ത്യൻ വ്യോമസേനയിൽ സ്ത്രീകൾക്ക് യുദ്ധവിമാന പൈലറ്റാകാൻ അനുമതി നൽകിയതിനു ശേഷമുള്ള ഒരു ദശാബ്ദത്തിനുള്ളിൽ തന്നെ പ്രിയ ശർമ്മയെ പോലുള്ളവർ ചരിത്രം സൃഷ്ടിക്കുകയാണ്. MiG-21 ഒരു ഓർമ്മയായി മാറുമ്പോൾ അതിന്റെ പൈതൃകം സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മയെ പോലുള്ള പുതിയ തലമുറയിലെ പോരാളികളിലൂടെ മുന്നോട്ട് പറക്കും.
ഇന്ത്യൻ ആകാശം എപ്പോഴും സുരക്ഷിതമായിരിക്കും. അതിർത്തികൾ പുതിയ താരങ്ങളുടെ ചിറകിൻ കീഴിൽ കാക്കപ്പെടും. അവരുടെ പറക്കൽ ഇന്ത്യയിലെ ഓരോ പെൺകുട്ടിക്കും ആകാശം ഇനി അവർക്ക് അന്യമല്ല എന്ന സന്ദേശം നൽകുമെന്നുറപ്പാണ്.